അങ്ങനെ രാത്രിയായപ്പോൾ ഗോവ എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി കഴിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞ് ബസ്സൊക്കെ നിർത്തി റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ പിന്നെ ഏത് റെസ്റ്റോറൻറ്റ് എടുത്താലും വാലായിട്ട് വിത്ത് ബാർ ആൻഡ് ബാർ എന്നൊക്കെ ഉണ്ടാവും. നല്ല വിശപ്പുള്ളതുകൊണ്ട് അവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ഉമ്മ ഒരു ഫ്രൂട്ട് തന്നു കഴിക്കാൻ. അങ്ങനെ മെനു ഒക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ ഓർഡർ കൊടുത്തു. ബട്ടർ നാൻ, പനീർ മസാല, പിന്നെ ഒരു മിൽക്ക് ഷേക്ക്. ഇതാണ് ഞങ്ങൾ കൊടുത്ത ഓർഡർ. അസ്തഗ്ഫിറുല്ലാ, എന്തേ കാണുന്നത്? അടുക്കി വെച്ചിരിക്കണം നോക്ക്. എന്തായാലും നമ്മുടെ ഫുഡ് കിട്ടി. അതങ്ങോട്ട് പള്ള നിറച്ചു. ഞങ്ങളുടെ വേഗം കഴിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവർ കഴിച്ചു കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ എന്തോ മറീൻ ഫിഷ് അക്വേറിയം എന്നൊക്കെ കണ്ടത്. ദാണ്ട് മീനിന്റെ വായിൻ്റെ ഉള്ളിൽ നിന്ന് പിള്ളേരൊക്കെ ഓടി വരുന്നു. എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഞാനും അങ്ങോട്ട് മീനിന്റെ വായിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്ന് കൊടുത്തു. ജയിൽ പോലത്തെ സംഭവം. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. എന്തായാലും വർക്കല്ല തോന്നുന്നു. അങ്ങനെ എല്ലാവരുടെയും പള്ളം നിറഞ്ഞു. ഇനി ഞങ്ങൾ റിസോർട്ടിലേക്ക് പോകണം. അപ്പോൾ പോണ വഴിയിൽ കുറേ ഷിപ്പൊക്കെ കണ്ടപ്പോൾ അത് വീഡിയോ എടുത്താണ്. അങ്ങനെ റിസോർട്ട് എത്തി ഫ്രഷായി കഴിഞ്ഞതും നേരെ പോയത് ബീച്ചിലേക്കാണേ. ബീച്ച് കണ്ടതും ഉമ്മാൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഇനി ഉമ്മ വീഡിയോ എടുത്തോ പറഞ്ഞ് ഞാനും തമ്മും അങ്ങോട്ട് ബീച്ചിലേക്ക് ഓടി. ഉമ്മ എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ബീച്ചിലൊക്കെ കളിച്ച് നനഞ്ഞ് കുതിർന്ന് റൂമെത്തി ഫ്രഷായിട്ടൊന്ന് ഉറങ്ങി. നല്ല റിസോർട്ടായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഗോവ ആയതുകൊണ്ട് റിസോർട്ടിന് അറ്റാച്ച്ഡ് ആയിട്ട് ബാറുണ്ട്. നമ്മൾ പിന്നെ ആ സ്ഥലത്തേക്ക് പോകാറേ ഇല്ല. പൂളുണ്ട് പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഓടിക്കതച്ച് വന്നാണ് ഞാനും തമ്മും നോക്കണം പൂൾ ക്ലോസ്ഡ് എന്ന്. 8 മണിക്കാണ് പൂൾ ഓപ്പൺ ആവുക. ഇനി അരമണിക്കൂറും കൂടി ഉണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. നേരത്തെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ലൈറ്റായിട്ട് ബ്രെഡ് ടോസ്റ്റാണ് ഞങ്ങൾ കഴിച്ചത്. ഫുഡ് കഴിച്ചിട്ട് വരുന്ന കുഞ്ഞിപ്പിള്ളേരൊക്കെ പൂളിൽ കളിക്കണം. അപ്പം ഞങ്ങളും അങ്ങോട്ട് പോയി കളിച്ചു. അങ്ങനെ പൂളിലൊക്കെ കളിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വിചാരിച്ചു. അവിടെ കുറേ ഗോവ സ്റ്റൈലിൽ വെറൈറ്റി ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ പോവാണ്. ബീച്ച് എത്തിയപ്പോൾ അവിടെ ബോട്ട് കണ്ടു. അപ്പം ഞങ്ങളെല്ലാവരും അതിൽ കയറി ഒന്ന് ജസ്റ്റ് ബീച്ച് ഒന്ന് ചുറ്റിയടിക്കാൻ വിചാരിച്ചു. ആദ്യമൊക്കെ പച്ച കളറിലുള്ള വെള്ളം പിന്നെ പോയി നീല കളറായി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ ഇവിടെയായിട്ട് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കുന്നു നടുകടലിൽ ബോട്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങളിനി ഫോട്ടോ എടുത്തോന്ന്. ഈ നടുകടലിൽ ആര് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നു? കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ബോട്ട് തിരിച്ചതേ അറിഞ്ഞില്ല. കൊണ്ടുപോയി വിടുന്നത് വേറെ ഏതോ സ്ഥലത്താ വിചാരിച്ചു. പിന്നെ കരയോട് അടുക്കണം നല്ല പരിചയമുള്ള മുഖങ്ങൾ ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ വിട്ടത് കേട്ടാ. ബോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെയിൽ. അപ്പോൾ ഫോറിനേഴ്സൊക്കെ റെസ്റ്റ് ചെയ്യണം. അവിടെ ഞങ്ങളും റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്യണം പറഞ്ഞാൽ ഫ്രീ ആയിട്ടില്ല, കാശ് കൊടുക്കണം. ഒരാൾക്ക് 100 രൂപ. എത്രയോ ടൈം ലിമിറ്റ് ഉണ്ട്, എനിക്കതൊന്നും ഓർമ്മയില്ല. അങ്ങനെ ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി പർച്ചേസ് ചെയ്യുക. കാരണം അടുത്ത് കുറേ ഷോപ്പുണ്ട്. ദാണ്ട് ഈ കീച്ചയും കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു അടുത്തടുത്ത് ഷോപ്പാണല്ലോ, വേറെ ഷോപ്പിൽ ഇതിനേക്കാളും നല്ലതുണ്ടാവുമെന്ന്. കുറേ അന്വേഷിച്ചു, ഇങ്ങനത്തെ ഇല്ല. പിന്നെ അവസാനം തിരിച്ച് വന്ന് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു കേട്ടോ ആ കീച്ചെയിൻ. നല്ല ഈസ്തറ്റിക് കവായി ടൈപ്പിലുള്ള കുറേ ആക്സസറീസ് ഇവിടെ ഉണ്ട്. എനിക്ക് കീച്ചെയിനോടുള്ള ഇഷ്ടം പോലെയാണ് ഉമ്മക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റോടുള്ള ഇഷ്ടം. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പം ഉമ്മ ഇങ്ങനെ നോക്കി അവസാനം താണ്ടെ ഈ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ് വാങ്ങിച്ചത്. ഈ പൂച്ചക്കുട്ടി കുറേ നാളെ അവളുടെ ഷോർട്സ് വീഡിയോയിൽ കിടക്കണത്. അപ്പം അത് നേരിട്ട് കണ്ടപ്പോൾ ഉള്ള സന്തോഷ പ്രകടനമാണ് ഫസ്റ്റ് കണ്ടത്. അങ്ങനെ പെർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. വന്നപ്പോൾ തന്നെ ക്ലോത്ത്സാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് പിന്നെ ആ ഭാഗം നോക്കിയില്ല. ബീച്ച് അടുക്കും തോറും ഷെല്ലിൻ്റെ ബ്രേസ്ലെറ്റും മാലയും പിന്നെ ഷെല്ലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ബീച്ചിലേക്ക് പോവാണ്. ഗോവയിൽ ചുറ്റും ബീച്ചാണ്. ഒന്നാമത്തെ ബീച്ച് കണ്ടു കഴിഞ്ഞുള്ളൂ. ഇനി രണ്ടാമത്തെ ബീച്ച് കാണാം. താഴോട്ടിറങ്ങാൻ കുറേ സ്റ്റെപ്പ് ഉണ്ട്. അതിനി കയറും വേണ്ടേ. അതുകൊണ്ട് എനർജി ബൂസ്റ്ററിനായിട്ട് നമുക്ക് കരിക്ക് കുടിക്കാം. അങ്ങനെ കരിക്കൊക്കെ കുടിച്ചും കഴിച്ചും ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിൽ വലുതായിട്ട് കളിച്ചില്ല, കാരണം ഉച്ചയായി ഇവിടെ എത്തുമ്പോൾ. പിന്നെ ആദ്യത്തെ ബീച്ചിലൊക്കെ കുറേ കളിച്ചതാണല്ലോ. ദാണ്ട് ഈ ഷെഡ് കണ്ട, ഇത് റെസ്റ്റിംഗ് പ്ലേസ് ഒന്നും അല്ല, ബാറാണ്. അങ്ങനെ ഞങ്ങൾ ഇനി മൂന്നാമത്തെ ബീച്ചിലേക്ക് പോവാണ്. ദാണ്ട് ഈ പൊങ്ങി വരുന്ന തല കണ്ടോ, അത് മെർമെയ്ഡാണെന്നാണ് ഉമ്മ പറയണത്. മണിക്കൂറോളം അത് വെള്ളത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാവും ഉമ്മക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം. എനിക്കും തമ്മുവിനും പിന്നെ അതിൽ വലിയ വിശ്വാസമില്ല. ആർട്ടിഫിഷ്യലായിട്ടും ഓരോ സ്ഥലങ്ങളിലും മെർമെയ്ഡ് പോലെ ആക്ട് ചെയ്യണ കുറേ പേരുണ്ട്. അല്ലാണ്ട് റിയൽ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. സമയം വൈകുന്നേരമായി. ട്രിപ്പിന് വന്നവർക്ക് ഞങ്ങൾക്കൊക്കെ വാഷ്റൂമിലേക്ക് പോകണം. അടുത്താണെങ്കിൽ എവിടെയും വാഷ്റൂം ഇല്ല. അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. വാഷ്റൂം ഫോർ കസ്റ്റമേഴ്സ് ഓൺലി എന്ന് എഴുതിയിരിക്കണം. അതുകൊണ്ട് പിന്നെ 40 രൂപേൻ്റെ ഒരു കോഫിയും കുടിച്ചു. ഇങ്ങനെ ബീച്ചിൽ കൂടെ നടന്നു പോകുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 69th നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കണ്ടത്. ഏപ്രിൽ 21 മുതൽ 23 തീയതി വരെ ഉണ്ട്. അപ്പം ഞങ്ങൾ പോയത് 23 തീയതി ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ വന്നപ്പോൾ ഗേൾസിൻ്റെ തമിഴ്നാട് വേഴ്സസ് വെസ്റ്റ് ബംഗാൾ കളിച്ചുകൊണ്ടിരുന്നത്. ആദ്യം അവിടെ എത്തിയപ്പോൾ ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. പിന്നെ അത് ഇത്തിരി ഒഴിയാൻ തുടങ്ങി. അങ്ങനെ മാച്ചിൽ തമിഴ്നാടാണ് ജയിച്ചത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ബോയ്സിൻ്റെയാണ് തമിഴ്നാട് വേഴ്സസ് തെലുങ്കാന. അത് പിന്നെ ഞങ്ങൾ കാണാൻ നിന്നില്ല, അപ്പോഴേക്കും ടൈമായി. അങ്ങനെ വിന്നേഴ്സിനൊക്കെ കൺഗ്രാറ്റ്സ് ചെയ്ത് ഞങ്ങൾ സ്ഥലം വിട്ടു. ഇന്നത്തോടെ ഞങ്ങളുടെ ഗോവ കഴിയാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.